ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറുപയർ 300 ഗ്രാമാണ്, 2 ഏലക്കായ, കുറച്ച് ചുക്കുപൊടി, കുറച്ച് കടല, 5 ശർക്കര, 2 തേങ്ങയുടെ പാലാണ്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്, പിന്നെ ആവശ്യത്തിന് വെള്ളം, കുറച്ച് നെയ്യ്. നമ്മൾ ഇന്ന് ഈ പായസത്തിൽ കാഷ്യൂ ഉപയോഗിക്കുന്നില്ല, അതിന് പകരം നമ്മൾ പീനട്ടാണ് ഉപയോഗിക്കുന്നത്. അത് പീനട്ട് തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഫസ്റ്റ് തന്നെ നമുക്ക് ചെറുപയർ പരിപ്പ് കഴുകി വറക്കാം. ചെറുപയർ പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെക്കാം. 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 വിസിൽ മതിയാവും കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. പരിപ്പ് വേവിക്കാൻ വെച്ചതിനോടൊപ്പം തന്നെ ശർക്കര ഉരുക്കാൻ വെക്കാം. അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഞാൻ. കുറച്ച് വെള്ളം മതിയാവും. ചെറുപയർ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാവേ. ചെറിയ തിള വരുമ്പോഴേക്ക് നമുക്ക് ശർക്കരപ്പാനി, അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. രണ്ടാം പാലും പരിപ്പും കൂടി ഒന്ന് നല്ലവണ്ണം കുറുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏലക്കായ ഇടാം. ഏലക്കായ പൊടിച്ച് വെച്ചതാണ്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുകളിൽ. ഇനി വേഗം ഓഫ് ചെയ്യാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കാം, തോല് കളഞ്ഞ. ഇങ്ങനെ ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കാം. ഈ പായസത്തിലേക്ക് നമുക്ക് നെയ്യും നിലക്കടലും കൂടി വറുത്തത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ ചെറുപയറും പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.